വെൽക്കം ബാക്ക്. ഒരു ആക്ഷൻ എപ്പോൾ സംഭവിച്ചു, സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കും എന്നെല്ലാം സൂചിപ്പിക്കുന്നത് ആ സെന്റൻസിലെ വെർബിന്റെ ടെൻസ് ആണ്. ഏറ്റവും സിമ്പിൾ ആയ ഒരു സെന്റൻസിനകത്ത് സബ്ജക്റ്റും വെർബും മാത്രമേ കാണൂ. ഇങ്ങനെ സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഐഡിയാസിന് പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ ഒരു ആക്ഷൻ എപ്പോഴെല്ലാം സംഭവിക്കാറുണ്ട്, എങ്ങനെ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, ഇതുപോലുള്ള അഡീഷണൽ ഇൻഫർമേഷൻ എല്ലാം ഒരു സെന്റൻസിനകത്ത് ഉൾക്കൊള്ളിക്കാറുണ്ട്. വെർബിന്റെ ടെൻസ് മാറുന്നതിനനുസരിച്ച് സെന്റൻസിന്റെ മീനിങ്ങിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ലെസൺ മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അവൾ എന്നും ഇവിടെ വരാറുണ്ട്. എന്നും ഇവിടെ വരാറുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ഹാബിറ്റോ റുട്ടീനോ എല്ലാം ആണ് അല്ലേ. ഇങ്ങനെ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വെർബ് എന്ന് പറയുന്നത് V1 ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത്, ഒരു സിംഗുലർ നൗണോ ഒരു സിംഗുലർ പ്രൊനൗണോ ആവുന്ന സമയത്ത് നമ്മൾ ആ V1ന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ സിംഗുലർ നൗൺസ് അല്ലെങ്കിൽ സിംഗുലർ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. പ്ലൂറൽ നൗൺസ് അല്ലെങ്കിൽ പ്ലൂറൽ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ അവർ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് അവൾ ആണ്. അവൾ എന്ന് പറയുമ്പോൾ ഷീ. എന്നും ഇവിടെ വരാറുണ്ട്, അതാണ് നമുക്ക് പറയേണ്ടത്. വരിക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബാണ് കം. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഷീ കംസ് ഹിയർ എവറി ഡേ. അവൾ എന്നും ഇവിടെ വരാറുണ്ട്. ഷീ കംസ് ഹിയർ എവറി ഡേ. വേർഡ് ഓർഡർ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലെ സബ്ജക്റ്റിന് ശേഷം വരുന്നത് വെർബാണ്. അതിനുശേഷമാണ് ഒബ്ജക്റ്റ് വരിക. എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പല സെന്റൻസിലും നമുക്കുണ്ടാവുക സബ്ജക്റ്റിനും വെർബിനും ശേഷം അഡ്വേർബ്സ് ആയിരിക്കും. ഈ സെന്റൻസിൽ നമുക്കുള്ളത് സബ്ജക്റ്റ് ഉണ്ട്, ഷീ ആണ് സബ്ജക്റ്റ്. പിന്നെ വന്നത് വെർബ് കംസ്. അതിനുശേഷം വന്നത് സ്ഥലം സൂചിപ്പിക്കുന്ന അഡ്വർബായ ഹിയർ ആണ്. അതിനുശേഷം വന്നത് സമയം സൂചിപ്പിക്കുന്ന അഡ്വർബായ എവരിഡേ ആണ്. പൊതുവെ ഇങ്ങനെ സ്ഥലവും സമയവും സൂചിപ്പിക്കുന്ന രണ്ട് അഡ്വേർബ്സ് ഒരു സെന്റൻസിൽ വരുമ്പോൾ സ്ഥലം സൂചിപ്പിക്കുന്ന, അതായത് പൊസിഷൻ സൂചിപ്പിക്കുന്ന അഡ്വർബ് ആദ്യം, അതിനുശേഷമാണ് സമയം സൂചിപ്പിക്കുന്ന അഡ്വർബ് വരെ. ഷീ കംസ് ഹിയർ എവരിഡേ. ഷീ കംസ് എവരിഡേ ഹിയർ എന്നല്ല പറയേണ്ടത്. ഷീ കംസ് ഹിയർ എവരിഡേ. അവൾ ഇവിടെ എന്നും വരാറുണ്ട്. കം എന്ന വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് അനിഷ്ടങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്നും ഇവിടെ വരാറുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഹാബിറ്റ് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം എക്സ്പ്രസ് ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അവൾ ഇവിടെ വരാറില്ല. അതെങ്ങനെയാ പറയുന്നത്? നമുക്കൊരു നെഗറ്റീവ് വെർബാണ് വേണ്ടത്. ഇംഗ്ലീഷിൽ പൊതുവെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓക്സിലറി വെർബ്സ് ആണ് യൂസ് ചെയ്യാം. അപ്പോൾ ആ സെന്റൻസിനകത്ത് അഫിർമേറ്റീവ് സെന്റൻസിൽ തന്നെ ഒരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ ആ സെന്റൻസ് നെഗറ്റീവായി മാറി. അതുപോലെ തന്നെ ആ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസ് ക്വസ്റ്റ്യൻ ആയി മാറി. പക്ഷേ സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഇങ്ങനെ ഓക്സിലറീസ് ഒന്നും കാണില്ല. ഇങ്ങനെ ഓക്സിലറീസ് ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഓക്സിലറി നമ്മൾ അവിടെ ഉപയോഗിക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. ഡു നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഡസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റായ ഷീ സിംഗുലർ ആണ്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡസ് ആണ്. അവൾ ഇവിടെ വരാറില്ല. ഷീ ഡസ് നോട്ട് കം ഹിയർ. അവൾ ഇവിടെ വരാറില്ല. ഷീ ഡസൻ കം ഹിയർ. ഷീ ഡസ് നോട്ട് കം ഹിയർ എന്ന് പറഞ്ഞാലും ഷീ ഡസൻ കം ഹിയർ എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട് ഉപയോഗിക്കും. സബ്ജക്റ്റിനനുസരിച്ച് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ ഡു നോട്ട്, സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ ഡസ് നോട്ട്. ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഈ ഡൂവിനെ അല്ലെങ്കിൽ ഡസിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അവൾ ഇവിടെ വരാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഡസ് ഷീ കം ഹിയർ. അപ്പോൾ ആ ഡസ് എടുത്ത് നമ്മൾ സബ്ജക്റ്റായ ഷീയുടെ മുന്നിൽ വെച്ചു. ഡസ് ഷീ കം ഹിയർ. അവൾ ഇവിടെ വരാറുണ്ടോ? അവൾ ഇവിടെ കൂടെ കൂടെ വരാറുണ്ട്. എന്നും വരാറുണ്ട് എന്നതിന് നമ്മൾ എവരിഡേ എന്ന് പറഞ്ഞു. ഷീ കംസ് ഹിയർ എവരിഡേ എന്ന് പറയുമ്പോൾ അവൾ ഇവിടെ എന്നും വരാറുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് പറയേണ്ടത് കൂടെ കൂടെ ഇടയ്ക്കിടെ വരാറുണ്ട് എന്നാണ്.
അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർബാണ് ഓഫൺ. ഫ്രീക്വൻ്റ്ലി അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഷീ ഓഫൺ കംസ് ഹിയർ, അവൾ ഇവിടെ കൂടെ കൂടെ വരാറുണ്ട്, അല്ലെങ്കിൽ ഷീ കംസ് ഹിയർ ഫ്രീക്വൻ്റ്ലി. ഈ ഓഫൺ എന്ന ഈ അഡ്വർബ് നമുക്ക് വെർബിന് മുന്നിലും യൂസ് ചെയ്യാം. ഷീ കംസ് ഹിയർ ഓഫൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഓഫൺ കംസ് ഹിയർ എന്ന് പറയാം. സെന്റൻസിന് അവസാനവും നമുക്ക് ഈ അഡ്വർബിനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വെർബിന് മുന്നിലായിട്ടും നമുക്ക് ഓഫൺ എന്ന അഡ്വർബിനെ യൂസ് ചെയ്യാം. അവൾ ഇവിടെ കൂടെ കൂടെ വരാറില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെ വേണമെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഷീ ഡസൻ ഓഫൺ കം ഹിയർ, അവൾ ഇവിടെ കൂടെ കൂടെ വരാറില്ല. ഷീ ഡസൻ ഓഫൺ കം ഹിയർ. വെർബിൽ രണ്ട് വാക്കുകൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ പൊതുവെ ഇതുപോലെ ഫ്രീക്വൻസി അഡ്വേർബ്സ്, അതായത് ഒരു കാര്യം എപ്പോഴെല്ലാം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ, അത്തരം അഡ്വേർബ്സ് ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വരും. ഷീ ഡസൻ ഓഫൺ കം ഹിയർ, ഷീ ഓഫൺ ഡസൻ കം എന്നല്ല നമ്മൾ പറയുന്നത്, ഷീ ഡസൻ ഓഫൺ കം എന്നാണ് പറയുന്നത്. ഓഫൺ ഇവിടെ ഡസ് എന്ന ഓക്സിലറിക്ക് ശേഷവും കം എന്ന മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വന്നിട്ടുള്ളത്, ഇടയിലാണ് വന്നിട്ടുള്ളത്. വെർബിൽ 3 വാക്കുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ അഡ്വേർബ്സ് വരിക അതിലെ ആദ്യത്തെ വെർബ് ആദ്യത്തെ ഓക്സിലറി വെർബിന് ശേഷമാണ്. അവൾ ഇവിടെ അപൂർവമായേ വരാറുള്ളൂ. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അപൂർവമായി. ഷീ റയർലി കംസ് ഹിയർ, അവൾ ഇവിടെ അപൂർവമായേ വരാറുള്ളൂ. ഈ സെന്റൻസസ് എല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇത് നമ്മളെ ഹാബിറ്റ്സിനെ കുറിച്ച് റുട്ടീൻസിനെ കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ്. അവൾ ഇവിടെ എന്നും വരാറുണ്ട് എന്ന് പറയാനും കൂടെ കൂടെ വരാറുണ്ട് എന്ന് പറയാനും വരാറില്ല എന്ന് പറയാനും അപൂർവമായേ വരാറുള്ളൂ എന്ന് പറയാനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അവൾ ഇവിടെ ഒരിക്കലും വരാറില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർബ് നെവർ ആണ്. ഷീ നെവർ കംസ് ഹിയർ, അവൾ ഇവിടെ ഒരിക്കലും വരാറില്ല. അവൾ വരുന്നുണ്ട്, ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. തീരുമാനിച്ചുറപ്പിച്ച സംഭവിച്ചിട്ടില്ലാത്ത എന്നാൽ ഉടനെ തന്നെ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഇപ്പോഴേ തീരുമാനിച്ച ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവൾ വരുന്നുണ്ട്, തീരുമാനം നിലവിലുണ്ട്, വന്നിട്ടില്ല, പക്ഷേ ഉടനെ വരാൻ പോകുന്നു. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. ഈസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ആം നമ്മൾ ഉപയോഗിക്കുക ഐയുടെ കൂടെയാണ്, ആർ നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. അവൾ വരുന്നുണ്ട്, ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഈസ് ആണ്. ഷീ ഈസ് കമ്മിങ്, അവൾ വരുന്നുണ്ട്, ഷീ ഈസ് കമ്മിങ്. ഇത് നടക്കാൻ പോകുന്ന എന്നാൽ ഇപ്പോഴേ തീരുമാനിച്ച് ഉറപ്പിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് 2 യൂസ് ഉണ്ട്. 2 യൂസ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് പല യൂസസും ഉണ്ട്. അതിലൊന്ന് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഈ ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുകയാണ്. ഐ ആം ടോക്കിംഗ്, യു ആർ ലിസണിങ്. ഇത് രണ്ടും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ച ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. നടന്നിട്ടില്ല, പക്ഷെ നമുക്ക് ആ തീരുമാനം ഓൾറെഡി ഉണ്ട്, നടക്കാൻ പോകുന്നേ ഉള്ളൂ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. ഈ സെന്റൻസ് അത്തരത്തിലുള്ളതാണ്. ഷീ ഈസ് കമ്മിങ്, അവൾ വന്നിട്ടില്ല പക്ഷെ വരുന്നുണ്ട്, തീരുമാനം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവൾ വരുന്നില്ല, നെഗറ്റീവ് വെർബാണ് വേണ്ടത്. ഇവിടെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ സെന്റൻസിനകത്ത് ഈസ് എന്നൊരു ഓക്സിലറി വെർബുണ്ട്. ആ ഈസിന് ശേഷം നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസ് നെഗറ്റീവായി മാറി. ഷീ ഈസ് നോട്ട് കമ്മിങ്, അവൾ വരുന്നില്ല. വരുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ആ ഈസിനെ എടുത്ത് സബ്ജക്റ്റായ ഷീയുടെ മുന്നിൽ വയ്ക്കുക. ഈസ് ഷീ കമ്മിങ്, അവൾ വരുന്നുണ്ടോ? അവൾ എൻ്റെ കൂടെ വരുന്നുണ്ട്, അതെങ്ങനെ പറയും? അവൾ വരുന്നുണ്ട് എന്ന് പറയാൻ ഷീ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കൂടെ, വിത്ത് മീ, ഷീ ഈസ് കമ്മിങ് വിത്ത് മീ, അവൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. അവൾ പാർട്ടിക്ക് വരുന്നുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഷീ ഈസ് കമ്മിങ് ടു ദ പാർട്ടി, അവൾ പാർട്ടിക്ക് വരുന്നുണ്ട്. അവൾ വിവാഹത്തിന് വരുന്നുണ്ട്, ഷീ ഈസ് കമ്മിങ് ടു ദ വെഡ്ഡിങ്, അവൾ വിവാഹത്തിന് വരുന്നുണ്ട്. അവൾ വന്നിട്ടുണ്ട്, ഇത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. അവൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും ഇവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്, സംഭവിച്ചു പോയ കാര്യമാണ്, പക്ഷേ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രസന്റുമായി അത് ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഇങ്ങനെ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഈ ആശയങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അവൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവൾ വന്നിരിക്കുന്നു, അത് പാസ്റ്റിൽ നടന്നതാണ്, പക്ഷെ ഇപ്പോഴും ഇവിടെ ഉണ്ട്, അല്ലെ? വന്നു പ്ലസ് ഉണ്ട്. വന്നു എന്നത് പാസ്റ്റിലുള്ള കാര്യമാണ്, ഉണ്ട് എന്നത് പ്രസന്റിലുള്ള കാര്യമാണ്. പ്രസന്റ് പെർഫെക്റ്റ് ഇങ്ങനെ ഒരേ സമയം പാസ്റ്റും പ്രസന്റും ആയ ഒരു ടെൻസാണ്. സംഭവിച്ചു പോയൊരു കാര്യമാണ്, പക്ഷെ അത് ഇപ്പോഴും ട്രൂ ആണ്. അവൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്.
അവൾ വന്നിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അവൾ വന്നിട്ടുണ്ട്. ഷീ ഹാസ് കം. ഹാസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഹാവ് നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ സിംഗുലർ ആണ്, അത് കാരണം നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. കം എന്ന വെർബിന്റെ V3യും കം തന്നെയാണ്. അതിന്റെ 3 ഫോംസ് ഇതാണ്: കം, കെയിം, കം. V1ഉം V3യും കമ്മിന് ഒന്ന് തന്നെയാണ്. V2 കെയിം ആണ്. ഷി ഹാസ് കം. അവൾ വന്നിട്ടുണ്ട്. അവൾ എപ്പോഴേ വന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ എപ്പോഴേ വന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ വന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമ്മൾ ഓൾറെഡി എന്നൊരു അഡ്വർബ് കൂടി ആഡ് ചെയ്യും. ഷീ ഹാസ് ഓൾറെഡി കം. പ്രതീക്ഷിച്ചതിലും നേരത്തെ അവൾ എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഓൾറെഡിയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് ഇങ്ങനെ ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വരിക. ഇവിടെ അത് ഹാസ് എന്ന ഓക്സിലറിക്ക് ശേഷവും കം എന്ന മെയിൻ വെർബിനും മുന്നിലുമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഷീ ഹാസ് ഓൾറെഡി കം. ഷീ ഓൾറെഡി ഹാസ് കം എന്നല്ല പറയേണ്ടത്, ഷീ ഹാസ് ഓൾറെഡി കം. അവൾ എപ്പോഴേ വന്നിട്ടുണ്ട്. അവൾ ഇനിയും വന്നിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ വന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ഷീ ഹാസ് നോട്ട് കം എന്ന് പറയാം. ഹാസ് കം എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഹാസ് നോട്ട് കം. ഹാസിന് ശേഷം നോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നെഗറ്റീവ് വെർബായി. ഇനിയും വന്നിട്ടില്ല. ആ ഇനിയും എന്ന മീനിങ്ങിന് വേണ്ടി നമ്മളിവിടെ എറ്റ് എന്നൊരു അഡ്വർബ് കൂടി ആഡ് ചെയ്യും. ഷീ ഹാസ് നോട്ട് കം എറ്റ്. അവൾ ഇനിയും വന്നിട്ടില്ല. ഷീ ഹാസിൻ കം എറ്റ്. എറ്റ് പൊതുവെ സെന്റൻസിന് അവസാനമാണ് വരിക. അവൾ രാവിലെ വന്നു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. എപ്പോഴാണ് സംഭവിച്ചത് എന്ന് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. രാവിലെയാണ് അവൾ വന്നത്. ഇങ്ങനെ ഒരു കാര്യം എപ്പോൾ നടന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസന്റ് പെർഫെക്റ്റും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റിന്റെ കൂടെ നമ്മൾ എപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് പറയുന്നില്ല. അവൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എപ്പോൾ വന്നു എന്നൊന്നും നമ്മളവിടെ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഷി ഹാസ് കം എന്ന് മാത്രമാണ്. അവൾ വന്നിട്ടുണ്ട്, അതിനർത്ഥം അവൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് രാവിലെ വന്നു എന്നാണ്. കൃത്യമായി സമയം നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ സമയം കൃത്യമായി പറയുമ്പോൾ പിന്നെ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഒരു പ്രവൃത്തി എപ്പോൾ നടന്നു എന്ന് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് V2 ആണ്. ഷീ കെയിം ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ വന്നു. ഷീ കെയിം ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വെർബിന് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് V2 തന്നെയാണ്. ഷീ കെയിം ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ വന്നു. അവൾ വരും. ഇതെങ്ങനെയാ പറയുന്നത്? ഇത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ബിലീഫാണ് അവൾ വരും എന്നത്. ഇങ്ങനെ നമ്മൾ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മളുടെ എന്തെങ്കിലും ഒരു വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വിൽ പ്ലസ് V1 ആണ്. ഷീ വിൽ കം. അവൾ വരും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴേ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച നമ്മുടെ പേഴ്സണൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അവൾ ശ്രദ്ധയോടെയാണ് വാഹനം ഓടിക്കാറ്. അവൾ വാഹനം ഓടിക്കാറുണ്ട് എന്നതിന് നമുക്ക് ഷീ ഡ്രൈവ്സ് എന്ന് പറയാം. അവൾ വാഹനം ഓടിക്കാറുണ്ട്. അത്രയും പറയുന്നത് കൊണ്ട് പക്ഷെ ആ സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ അതിൽ കുറച്ചുകൂടി അഡീഷണൽ ആയി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യണം, അല്ലെ? അവൾ ശ്രദ്ധയോടെയാണ് വാഹനം ഓടിക്കാറ്. ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി. അവൾ ശ്രദ്ധയോടെയാണ് വാഹനം ഓടിക്കാറ്. ഇവിടെ നമ്മൾ കെയർഫുള്ളി എന്ന് പറയുന്ന ആ ഒരു മാനർ അഡ്വർബ്, എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ആണത്. അതൊരു മാനർ അഡ്വർബ് ആണ്. മാനർ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഇങ്ങനെ മാനർ അഡ്വർബ്സ് പൊതുവെ സെന്റൻസിന് അവസാനമാണ് വരിക. ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി. അവൾ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നവളാണ്. ശ്രദ്ധയില്ലാതെയാണ് വാഹനം ഓടിക്കുന്നത് എന്നാണ് പറയേണ്ടതെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഷീ ഡ്രൈവ്സ് കെയർലെസ്ലി എന്നാണ്. അവൾ ശ്രദ്ധയില്ലാതെയാണ് വാഹനം ഓടിക്കുന്നത്. അവൾ കോളേജിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് വാഹനം ഓടിച്ചാണ് പോകുന്നത് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഷീ ഡ്രൈവ്സ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ മതി. ഷീ ഡ്രൈവ്സ് ടു സ്കൂൾ, ഷീ ഡ്രൈവ്സ് ടു കോളേജ്, ഷീ ഡ്രൈവ്സ് ടു വർക്ക്. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ അവൾ സ്വയം വാഹനം ഓടിച്ചാണ് പോകുന്നത് എന്നാണ് ആ സെന്റൻസിന് അർത്ഥം. ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി. ഇതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. കാരണം ഇവിടെയും നമ്മൾ പറയുന്നത് അവളുടെ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ്. അവൾ വാഹനം ശ്രദ്ധയോടെ ഓടിക്കുന്നവളാണ്. അത് അവളുടെ ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാനും നമ്മളോട് ഉപയോഗിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡ്രൈവ് എന്ന വെർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം സബ്ജക്റ്റ് ഷീ ആണ്. സബ്ജക്റ്റ് ഐ ആയിരുന്നെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാ ഐ ഡ്രൈവ് കെയർഫുള്ളി എന്നാണ്. സബ്ജക്റ്റ് ഐ ആവുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ ഇങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എസ് ആഡ് ചെയ്യില്ല. അവൾ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അവൾ ഡ്രൈവ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഷീ ഈസ് ഡ്രൈവിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം അറിയാലോ. ഈസ്
അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. ഈസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആയത് കാരണമാണ് നമ്മൾ ഈസ് യൂസ് ചെയ്തത്. ഷീ ഈസ് ഡ്രൈവിംഗ്, ഇതിനർത്ഥം അവൾ ഇപ്പോൾ വാഹനം ഓടിക്കുകയാണ് എന്നാണ്. അവൾ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് വാഹനം ഓടിക്കുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്കിത് ഇത്രയും പറഞ്ഞാൽ മതി. ഷീ ഈസ് ഡ്രൈവിംഗ് ടു വർക്ക്, അവൾ ഇപ്പോൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ കാറിൽ. അതാണ് ഈ സെന്റൻസിനർത്ഥം. ഷീ ഈസ് ഡ്രൈവിംഗ് ടു വർക്ക്. ടു വർക്ക് അല്ലെങ്കിൽ ടു ഓഫീസ്. ടു വർക്ക് എന്ന് പറഞ്ഞാലും ടു ഓഫീസ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ഷീ ഡ്രൈവ്സ് ടു വർക്ക് എന്ന് പറയുമ്പോൾ മീനിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിനർത്ഥം അവൾ എന്നും അവളുടെ കാറിലാണ് ഓഫീസിലേക്ക് പോകുന്നത് എന്നാണ്. രണ്ട് സെന്റൻസിന്റെയും മീനിങ്ങിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഷീ ഡ്രൈവ്സ് ടു വർക്ക് എന്ന് പറയുമ്പോൾ അവൾ എന്നും സ്വയം കാർ ഓടിച്ച് ഓഫീസിലേക്ക് പോകുന്നവളാണ് എന്നാണ് അർത്ഥം. ഷീ ഈസ് ഡ്രൈവിംഗ് ടു വർക്ക് എന്ന് പറയുമ്പോഴോ അത് അവൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ അവൾ ഓഫീസിലേക്ക് കാർ സ്വയം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സെന്റൻസിനർത്ഥം. ഷീ ഈസ് ഡ്രൈവിംഗ് ടു വർക്ക്. ഞാൻ ഇതുവരെ ഒരു കാർ ഓടിച്ചിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് പറയേണ്ടത്. ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്തൊരു സമയം തൊട്ട് ഇതാ ഈ സമയം വരെയും ഞാൻ ആ പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു സമയം തൊട്ട് ഈ പ്രസന്റ് വരെയും ഉള്ളൊരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് പറയേണ്ടത് ഞാൻ ഇതുവരെ ഒരു വാഹനം ഓടിച്ചിട്ടില്ല എന്നാണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഞാനാണ്. ഞാൻ ഇതുവരെ ഒരു കാർ ഓടിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് I ആണ്. നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുക ഹാവ് ആണ്. ഇതുവരെയും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല എന്നർത്ഥം. അതിന് നമ്മളിവിടെ നെവർ എന്നൊരു അഡ്വർബ് യൂസ് ചെയ്യും. ഐ ഹാവ് നെവർ ഡ്രിവൺ എ കാർ. ഞാൻ ഇതുവരെയും ഒരു കാർ ഓടിച്ചിട്ടില്ല. ഡ്രൈവ് എന്ന വെർബിന്റെ V3 ആണ് ഡ്രിവൺ. ഐ ഹാവ് നെവർ ഡ്രിവൺ എ കാർ. ഞാൻ ഇതുവരെയും ഒരു കാർ ഓടിച്ചിട്ടില്ല. നെവറിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഐ ഹാവ് നെവർ ഡ്രിവൺ എ കാർ. അവൻ വേഗത്തിൽ വാഹനം ഓടിച്ചു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ അവൻ നല്ല സ്പീഡിൽ വാഹനം ഓടിച്ചു എന്നാണ് പറയേണ്ടത്. ഓടിച്ചു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഹി ഡ്രോവ് ഫാസ്റ്റ്. അവൻ വേഗത്തിൽ ഓടിച്ചു. ഫാസ്റ്റ് എന്നത് ഇവിടെ അഡ്വർബ് ആണ്. അത് എങ്ങനെ ഓടിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഒരു മാനർ അഡ്വർബ് ആണ് ഫാസ്റ്റ്. ഹി ഡ്രോവ് ഫാസ്റ്റ്. അവൻ ശ്രദ്ധയില്ലാതെ ഓടിച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കെയർലെസ്ലി എന്ന അഡ്വർബാണ് യൂസ് ചെയ്യുക. ഹി ഡ്രോവ് കെയർലെസ്ലി. അവൻ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ചു. ഇത് ഏതോ ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നടന്നൊരു കാര്യമാണ്. പതിവായിട്ട് അവൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന അർത്ഥം ഈ സെന്റൻസിനില്ല. ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ അങ്ങനെ ചെയ്തു എന്നാണ് ഇതിനർത്ഥം. പതിവായി അവൻ അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഹി ഡ്രൈവ്സ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അവൻ വേഗത്തിൽ വാഹനം ഓടിക്കുന്നവനാണ് എന്നാണ് അർത്ഥം. ഹി ഡ്രൈവ്സ് കെയർലെസ്ലി എന്ന് പറയുമ്പോൾ അവൻ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്നവനാണ് എന്നാണ് അർത്ഥം. അത് പതിവായിട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഏതോ ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ സെന്റൻസിനർത്ഥം. ഹി ഡ്രോവ് ഫാസ്റ്റ്. അവൻ വേഗത്തിൽ വാഹനം ഓടിച്ചു. അവൻ ഒത്തിരി പാർട്ടികൾക്ക് പോകും. ഒരുപാട് പാർട്ടികൾക്ക് അവൻ പോവാറുണ്ട് എന്ന് ഹാബിറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ഹി ഗോസ് ടു എ ലോട്ട് ഓഫ് പാർട്ടീസ്. അവൻ ഒരുപാട് പാർട്ടികൾക്ക് പോവാറുണ്ട്. ഹി ഗോസ് ടു എ ലോട്ട് ഓഫ് പാർട്ടീസ്. എ ലോട്ട് ഓഫ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടികൾ, ഒരുപാട് ഫംഗ്ഷൻസിന് അവൻ പോവാറുണ്ട്. എ ലോട്ട് ഓഫ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് എന്ന് പറയാം. ലോട്ട്സ് ഓഫ് ആകുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ എ യൂസ് ചെയ്യരുത്. എ ഉപയോഗിക്കുമ്പോൾ പിന്നെ ലോട്ട്സ് എന്നും പറയരുത്. എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ്. ഹി ഗോസ് ടു എ ലോട്ട് ഓഫ് പാർട്ടീസ്. ഇവിടെ ഗോ എന്ന വെർബിന്റെ കൂടെ നമ്മൾ ഒരു ES ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം സബ്ജക്റ്റ് ഹി ആണ്. ചില വെർബ്സിന്റെ കൂടെ നമ്മൾ എസിന് പകരം ES ആണ് ആഡ് ചെയ്യുക. നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന വെർബ്സിന്റെ കൂടെ എസ് ആഡ് ചെയ്യണോ ES ആഡ് ചെയ്യണോ എന്നെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ സബ്ജക്റ്റ് ഹി ആയത് കാരണമാണ് നമ്മളിങ്ങനെ വെർബിന്റെ കൂടെ ഒരു ES ആഡ് ചെയ്യുന്നത്. ഗോ എന്ന വെർബിന്റെ കൂടെ നമുക്ക് എസ് ആഡ് ചെയ്താൽ പോരാ, അതിന് പകരം നമ്മൾ ES വേണം ആഡ് ചെയ്യാൻ. ഹി ഗോസ് ടു എ ലോട്ട് ഓഫ് പാർട്ടീസ്. അവൻ ഒരുപാട് പാർട്ടികൾക്ക് പോവാറുണ്ട്. അവന്റെ ഹാബിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് അവന്റെ ഒരു പതിവാണ് എന്ന രീതിയിലാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അവൻ ഒരു പാർട്ടിക്ക് പോവുകയാണ്. ഇപ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയേണ്ടത്. അതിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഹി ഈസ് ഗോയിങ് ടു എ പാർട്ടി. അവൻ ഒരു പാർട്ടിക്ക് പോവുകയാണ്. ഈസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഹി ആണ്. ഹി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി ഈസ് ഗോയിങ് ടു എ പാർട്ടി. ഇത് അവൻ ഈ സമയം ചെയ്യുന്ന ഒരു കാര്യമാണ്. അവനൊരു പാർട്ടിക്ക് പോവുകയാണ്. അവനൊരു പാർട്ടിക്ക് പോയിരിക്കുകയാണ്. പോയിട്ടുണ്ട് എന്നർത്ഥം. അവൻ പാർട്ടിക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടില്ല. ഇത് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹി ഹാസ് ഗോൺ ടു എ പാർട്ടി. അവൻ ഒരു പാർട്ടിക്ക് പോയിരിക്കുകയാണ്, പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു എ പാർട്ടി. അവൻ ഇപ്പോഴും അവിടെയാണ്. പോയത് നേരത്തെയാണ്, പക്ഷെ തിരിച്ചെത്തിയിട്ടില്ല. ആള് ആ പാർട്ടി സ്ഥലത്ത് തന്നെയാണ്.
ഹി ഹാസ് ഗോൺ ടു എ പാർട്ടി. ഗോ എന്ന വെർബിന്റെ V3 ആണ് ഗോൺ. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. ഹി ഹാസ് ഗോൺ ടു എ പാർട്ടി. അവൻ ഇന്നലെ രാത്രി ഒരു പാർട്ടിക്ക് പോയിരുന്നു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. സമയം കൃത്യമായി പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ്, ലാസ്റ്റ് നൈറ്റ്. ഇങ്ങനെ സമയം കൃത്യമായി പറയുമ്പോൾ ഒരു കാര്യം എപ്പോൾ നടന്നു എന്നെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത്. ഗോ എന്ന വെർബിന്റെ V2 സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ V2 ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഗോ എന്ന വെർബിന്റെ V2 വെന്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബും വെന്റ് തന്നെയാണ്. ഹി വെന്റ് ടു എ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. അവൻ ഇന്നലെ രാത്രി ഒരു പാർട്ടിക്ക് പോയി. അവൻ അവരുടെ വിവാഹത്തിന് പോകും. ഹി വിൽ ഗോ ടു ദെയർ വെഡിങ്. അവൻ ആ വിവാഹത്തിന് പോകും. വെഡിങ് എന്ന വേർഡ് വേണം യൂസ് ചെയ്യാൻ, മാരേജ് എന്ന വേർഡ് യൂസ് ചെയ്യരുത്. ആ ചടങ്ങിന്, ആ ഫംഗ്ഷന് നമ്മൾ പറയുന്ന വാക്കാണ് വെഡിങ്. മാരേജ് എന്ന് പറയുന്നത് രണ്ടുപേരുടെ യൂണിയനാണ്. നമുക്കതിലേക്ക് പോകാനും മറ്റൊന്നും സാധിക്കില്ല. നമ്മൾ പോകുന്നത് ആ പരിപാടിക്കാണ്, ആ ചടങ്ങിനാണ്. അതുകൊണ്ട് തന്നെ വെഡിങ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഹി വിൽ ഗോ ടു ദെയർ വെഡിങ്. അവൻ അവരുടെ വിവാഹത്തിന് പോകും. അവർ അവനെ ക്ഷണിക്കുകയാണെങ്കിൽ, ഇഫ് ദേ ഇൻവൈറ്റ്. ഹി വിൽ ഗോ ടു ദെയർ വെഡിങ് ഇഫ് ദേ ഇൻവൈറ്റ് ഹിം. അവർ ക്ഷണിക്കുകയാണെങ്കിൽ അവൻ പോകും. ജൂലൈയിൽ സാധാരണ മഴ പെയ്യാറുണ്ട്. ഒരു പതിവിനെ കുറിച്ച് അതാണ് നമുക്ക് പറയേണ്ടത്. സാധാരണ, യൂഷ്വലി. മഴ പെയ്യുന്നതിനെ കുറിച്ച് എല്ലാം പറയുമ്പോൾ നമ്മൾ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ജൂലൈയിൽ സാധാരണ മഴ പെയ്യാറുണ്ട് എന്നെങ്ങനെ പറയും? സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ, അല്ലേ? ഇത് നമ്മൾ ഒരു പതിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് യൂഷ്വലി റെയിൻസ് ഇൻ ജൂലൈ. ജൂലൈയിൽ സാധാരണ മഴ പെയ്യാറുണ്ട്. ഇറ്റ് യൂഷ്വലി റെയിൻസ് ഇൻ ജൂലൈ. റെയിൻ എന്ന വെർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തു, കാരണം സബ്ജക്റ്റ് ഇറ്റ് ആണ്. ഇറ്റ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇറ്റ് യൂഷ്വലി റെയിൻസ് ഇൻ ജൂലൈ. ഇതിനർത്ഥം ജൂലൈയിൽ സാധാരണ മഴ പെയ്യാറുണ്ട് എന്നാണ്. ഇപ്പോൾ പെയ്യുന്നുണ്ട് എന്നല്ല ഈ സെന്റൻസിന് അർത്ഥം. ഇതങ്ങനെ ഒരു പതിവുണ്ട് എന്ന രീതിയിലാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. മഴ പെയ്യുന്നുണ്ട്, ഇപ്പം മഴ പെയ്യുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. അതിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊതുവെ അതിൻ്റെ കൂടെ ഇപ്പോൾ എന്നർത്ഥം വരുന്ന എന്തെങ്കിലും ഒരു സമയം, ഒരു ടൈം എക്സ്പ്രഷൻ യൂസ് ചെയ്യാറുണ്ട്. നൗ എന്നോ അറ്റ് ദ മൊമെന്റ് എന്നോ ഒക്കെ നമ്മൾ പറയും. ഇറ്റ് ഈസ് റെയിനിങ് അറ്റ് ദ മൊമെന്റ്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഇതെല്ലാം നമുക്ക് പറയാവുന്നതാണ്. ഈ വർഷം നല്ല പോലെ മഴ പെയ്തു. ഇതിനർത്ഥം ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. ഈ വർഷം സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയുള്ള മാസങ്ങൾക്കിടയിൽ നല്ലതുപോലെ മഴ കിട്ടി എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ പാസ്റ്റിലുള്ള സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴാ സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഇവിടെ നമ്മളപ്പോൾ അത് ഇങ്ങനെയാണ് പറയുക. ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ദിസ് ഇയർ. ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ദിസ് ഇയർ. നല്ലതുപോലെ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എ ലോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് റെയിൻഡ്. റെയിൻ എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം ആണ് ഹാസ് റെയിൻഡ്. ഹാസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഇറ്റ് ആണ്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലെ ഹാവ് ഉപയോഗിക്കുക. ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ദിസ് ഇയർ. ഈ വർഷം നല്ലതുപോലെ മഴ പെയ്തു. മഴ രാവിലെ മുതൽ പെയ്യുന്നുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ ഈ ടെൻസ് അല്ല യൂസ് ചെയ്യുക. രാവിലെ മുതൽ പെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതും പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴാ സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആണ്. അത് നമ്മൾ ഇങ്ങനെയാ പറയാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. മഴ ഇനിയും നിന്നിട്ടില്ല. മഴ പെയ്യാൻ തുടങ്ങിയത് രാവിലെയാണ്. ഇത് ഈ സമയം വരെയും അത് തുടർന്നിട്ടുമുണ്ട്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഇന്നലെ മുതൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ സിൻസ് എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. മുതൽ ആ മീനിങ്ങിലാണ് നമ്മളിവിടെ സിൻസ് എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ദിസ് ഇയർ എന്ന് പറയുമ്പോൾ ഈ വർഷം നല്ലതുപോലെ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നൊരർത്ഥം ആ സെന്റൻസിനില്ല. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇന്നലെ രാത്രി മഴ പെയ്തു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി മഴ പെയ്തു. സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് ഇംഗ്ലീഷിൽ വരിക. ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ്. മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ. എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ഐ തിങ്ക് എന്നൊരു എക്സ്പ്രഷൻ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. കാരണം ഫ്യൂച്ചർ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ ഒരു ബിലീഫാണ് നമ്മൾ പറയുന്നത്.
അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഐ തിങ്ക്, ഐ ഡോണ്ട് തിങ്ക് എന്നെല്ലാം പൊതുവേ ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് വിൽ റെയിൻ എന്ന് പറയുമ്പോൾ മഴ പെയ്യുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് പോലെയാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ബിലീഫാണ് എന്ന് സൂചിപ്പിക്കാനാണ് അതിൻ്റെ കൂടെ ഐ തിങ്ക് കൂടി ആഡ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ. അവൻ എപ്പോഴും ആദ്യം എത്തിച്ചേരും. എവിടെ പോവുകയാണെങ്കിലും ആദ്യം എത്തുന്ന ആളാണ് അവൻ എന്നാണ് പറയേണ്ടത്. ഒരു ഹാബിറ്റ്, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഹി ഓൾവേസ് അറൈവ്സ് ഫസ്റ്റ്. അവൻ എപ്പോഴും ആദ്യം തന്നെ എത്തിച്ചേരും. ഹി ഓൾവേസ് അറൈവ്സ് ഫസ്റ്റ്. ഓൾവേസ് എന്നൊരു ഫ്രീക്വൻസി അഡ്വർബ് ആണ്. വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ എങ്കിൽ ഫ്രീക്വൻസി അഡ്വർബ് നമ്മൾ ആ വാക്കിന് മുന്നിലാണ് യൂസ് ചെയ്യുക, വെർബിന് മുന്നിലായിട്ടാണ് യൂസ് ചെയ്യുക. ഹി ഓൾവേസ് അറൈവ്സ് ഫസ്റ്റ്. അവൻ എപ്പോഴും ആദ്യം തന്നെ എത്തിച്ചേരും. മറ്റാരും വരുന്നതിന് മുമ്പ് ഇയാൾ എത്തുമെന്നാണ് നമുക്ക് പറയേണ്ടത്. ഹി ഓൾവേസ് അറൈവ്സ് ഫസ്റ്റ്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് അവർ വരുന്നത്, എത്തുന്നത്. എത്തിയിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ, വൈകുന്നേരം വരുന്നുള്ളൂ. പക്ഷേ തീരുമാനം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് അവർ എത്തുന്നത്. ദേ ആർ അറൈവിങ് ബൈ ദ ഈവനിങ് ഫ്ലൈറ്റ്. വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബൈ ദ ഈവനിങ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ദേ ആർ അറൈവിങ് ബൈ ദ ഈവനിങ് ഫ്ലൈറ്റ്. ആർ ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ദേ ആണ്. ദേ ഒരു പ്ലൂറൽ പ്രൊനൗൺ ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസ്, ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ഉപയോഗിച്ചാണ്. ദേ ആർ അറൈവിങ് ബൈ ദ ഈവനിങ് ഫ്ലൈറ്റ്. ഇത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷെ തീരുമാനം ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഫ്യൂച്ചർ അല്ല. അവർ എത്തിയിരിക്കുന്നു, അവർ ഓൾറെഡി വന്നിട്ടുണ്ട് എന്നർത്ഥം. ദേ ഹാവ് അറൈവ്ഡ്. അവർ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ ദേ ഹാവ് ഓൾറെഡി അറൈവ്ഡ്. വന്നിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ദേ ഹാവ് നോട്ട് അറൈവ്ഡ്. ഇനിയും വന്നിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ദേ ഹാവ് നോട്ട് അറൈവ്ഡ് എറ്റ്. എറ്റ് എന്ന ആ ഒരു അഡ്വർബ് അവിടെ ആഡ് ചെയ്യുമ്പോൾ ഇനിയും എന്നൊരു മീനിങ് ആ സെന്റൻസിന് വന്നു. അവർ സമയത്ത് തന്നെ എത്തി, സമയത്ത് തന്നെ വന്നു. ഒരു കാര്യം ആ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ സംഭവിച്ചു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഓൺ ടൈം. അവർ എത്തി, ദേ അറൈവ്ഡ് ഓൺ ടൈം. അവർ സമയത്ത് തന്നെ എത്തി, ദേ അറൈവ്ഡ് ഓൺ ടൈം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഏതോ ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവർ ഉടനെ എത്തും, ദേ വിൽ അറൈവ് സൂൺ. ഇതൊരു പ്രഡിക്ഷൻ ആണ്. ദേ വിൽ അറൈവ് സൂൺ. സിമ്പിൾ ഫ്യൂച്ചർ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അവൾ ചെറുകഥകൾ എഴുതാറുണ്ട്. അവളുടെ ജോലി ആയിരിക്കാം, അവളുടെ ഹാബിറ്റ് ആയിരിക്കാം, അവളുടെ റുട്ടീൻ്റെ ഭാഗമായിരിക്കാം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഷീ റൈറ്റ്സ് ഷോർട്ട് സ്റ്റോറീസ്. അവൾ ചെറുകഥകൾ എഴുതാറുണ്ട്. സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു. ഷീ റൈറ്റ്സ് ഷോർട്ട് സ്റ്റോറീസ്. ഷീ റൈറ്റ്സ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ കഥ എഴുതുകയാണ് എന്ന അർത്ഥമില്ല. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനല്ല നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം അവൾ പതിവായി ഇങ്ങനെ ചെയ്യാറുണ്ട്. അവൾ ധാരാളം കഥകൾ എഴുതുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ട്, അല്ലെങ്കിൽ അത് അവളുടെ ഒരു ജോലിയാണ് എന്ന അർത്ഥത്തിലെല്ലാമാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എഴുതുന്നു എന്ന അർത്ഥം ഇതിനില്ല. ഷീ റൈറ്റ് ഷോർട്ട് സ്റ്റോറീസ്. അവൾ കഥകൾ എഴുതാറുണ്ട്. അവൾ ഇപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യണം എന്നില്ല. പക്ഷെ അവൾ ഒരു നോവൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കിയിട്ടില്ല, ഇപ്പോഴും എഴുതുന്നുണ്ട് എന്നർത്ഥം. അവൾ ആ നോവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് റൈറ്റിംഗ് എ നോവൽ അറ്റ് ദ മൊമെന്റ്. അവൾ ഇപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഈ ടെൻസ് ഉപയോഗിക്കാം. ഈ ഇടയായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഈ ടെൻസ് ഉപയോഗിക്കാം. അതായത് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടില്ല, അതിന് നടുവിൽ എവിടെയോ ആണ് നമ്മളെ എന്ന് സൂചിപ്പിക്കാനും നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ഷീ ഈസ് റൈറ്റിംഗ് എ നോവൽ അറ്റ് ദ മൊമെന്റ്. അവൾ ഇപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഷീ ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് സ്റ്റോറീസ് അല്ലെങ്കിൽ സെവറൽ സ്റ്റോറീസ്. അവൾ ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് റിട്ടൺ എന്നത് റൈറ്റ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം ആണ്. ഷീ ഹാസ് റിട്ടൺ സെവറൽ സ്റ്റോറീസ്. അവൾ ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. എപ്പോൾ എഴുതി എന്ന് പറയുന്നില്ല, പാസ്റ്റിൽ തന്നെയാണ് എഴുതിയത്. പക്ഷെ സമയം ഒന്നും പറയുന്നില്ല. ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സമയം പറയാതെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഷീ ഹാസ് റിട്ടൺ സെവറൽ സ്റ്റോറീസ്. ഞാൻ ഇന്നലെ 6 കത്തുകൾ എഴുതി. ഇന്നലെ എഴുതി. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കാര്യമാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സമയം കൃത്യമായി പറയുന്നുണ്ട്.
ഐ റോട്ട് 6 ലെറ്റേഴ്സ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ 6 കത്തുകൾ എഴുതി. ഐ റോട്ട് 6 ലെറ്റേഴ്സ് യെസ്റ്റർഡേ. വേർഡ് ഓർഡർ ശ്രദ്ധിക്കുക. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. റോട്ട് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ. എന്താണ് എഴുതിയത്? കത്തുകളാണ് എഴുതിയത്. അപ്പൊ റോട്ട് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ലെറ്റേഴ്സ് എന്ന നൗൺ. ഐ റോട്ട് 6 ലെറ്റേഴ്സ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ 6 കത്തുകൾ എഴുതി. നമുക്ക് യെസ്റ്റർഡേയെ വേണമെങ്കിൽ ഈ സെന്റൻസിന്റെ ആദ്യവും ഉപയോഗിക്കാം. യെസ്റ്റർഡേ ഐ റോട്ട് 6 ലെറ്റേഴ്സ് എന്നും പറയാവുന്നതാണ്. ഞാൻ അവനെ എഴുതും. എഴുതിയിട്ടില്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു പ്രോമിസ് ആണ്. ഞാൻ എഴുതും. ഇതിന് നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വിൽ പ്ലസ് V1 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഐ വിൽ റൈറ്റ് ടു ഹിം. ഐ വിൽ റൈറ്റ് ഹിം എന്ന് പറഞ്ഞാൽ പോരാ, അതിനിടയിൽ ഒരു പ്രപ്പോസിഷൻ കൂടി നമ്മൾ യൂസ് ചെയ്യണം. ഐ വിൽ റൈറ്റ് ടു ഹിം. ഞാൻ അവന് എഴുതും. ഞാൻ അവന് എഴുതി എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ ഉപയോഗിക്കുക പാസ്റ്റ് ടെൻസ് ആണ്. ഐ റോട്ട് ടു ഹിം. റൈറ്റ് എന്ന വെർബിന്റെ V2 ആണ് റോട്ട്. ആ വെർബാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഐ റോട്ട് ടു ഹിം. ഞാൻ അവന് എഴുതി. ഐ വിൽ റൈറ്റ് ടു ഹിം എന്ന് പറയുമ്പോൾ ഞാൻ അവന് എഴുതും. ഞാൻ ധാരാളം വായിക്കും. ഇതെൻ്റെ ഒരു ഹാബിറ്റ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ റീഡ് എ ലോട്ട്. ഞാൻ ധാരാളം വായിക്കും. ഐ റീഡ് എ ലോട്ട്. റീഡ് എന്ന വെർബിന്റെ കൂടെ നമ്മളിവിടെ എസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം സബ്ജക്റ്റ് ഐ ആണ്. സബ്ജക്റ്റ് ഐ ആവുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യില്ല. എ ലോട്ട് എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എ ലോട്ട് ഓഫ് എന്ന് പറയരുത്. എ ലോട്ട് ഓഫ് നമ്മൾ ഉപയോഗിക്കുക അതിനുശേഷം വേറെ ഒരു നൗൺ വരുമ്പോഴാണ്. എ ലോട്ട് ഓഫ് സ്റ്റോറീസ്. അവിടെ എ ലോട്ട് ഓഫിന് ശേഷം സ്റ്റോറീസ് എന്ന് പറയുന്ന ആ ഒരു നൗൺ വരുന്നു. അത് അതിന്റെ ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ ഓഫ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ധാരാളം വായിക്കും എന്ന അർത്ഥത്തിൽ ഐ റീഡ് എ ലോട്ട് എന്ന് മാത്രമാണ് പറയുക. ഐ റീഡ് എ ലോട്ട് ഓഫ് എന്ന് പറയരുത്. എ ലോട്ട് ഓഫ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നൗണിന് മുന്നിലാണ്. ഐ റീഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ധാരാളം വായിക്കും എന്നാണ് അർത്ഥം. ഇപ്പോൾ വായിക്കുന്നുണ്ട് എന്നർത്ഥമില്ല. ഞാൻ ഇപ്പോൾ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഐ എം റീഡിങ് എ നോവൽ അറ്റ് ദ മൊമെന്റ്. ഞാൻ ഇപ്പോൾ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം റീഡിങ് എ നോവൽ അറ്റ് ദ മൊമെന്റ്. ആം എന്ന വെർബ് യൂസ് ചെയ്യാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ആം. ആ ഷെൽഫിലുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. വായിച്ചത് നേരത്തെ എപ്പോഴും ആണ്, പക്ഷെ വായിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോഴും ട്രൂ ആണ്. ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ ഹാവ് റെഡ്. റീഡ് എന്ന വെർബിന്റെ 3 ഫോമും റീഡ് തന്നെയാണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. അതിന്റെ V1 നമ്മൾ റീഡ് എന്ന് വായിക്കും. അതിന്റെ V2വിനെയും V3യെയും നമ്മൾ റെഡ് എന്നാണ് വായിക്കുക. സ്പെല്ലിങ്ങിൽ ഡിഫറൻസ് ഇല്ല. ഐ ഹാവ് റെഡ് എല്ലാ പുസ്തകങ്ങളും. എവറി ബുക്ക് ഓൺ ദാറ്റ് ഷെൽഫ്. ഞാൻ ആ ഷെൽഫിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. ഐ ഹാവ് റെഡ് എവരി ബുക്കിന് പകരം നമുക്ക് ഓൾ ബുക്സ് എന്ന് പറയാം. എവരിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ നൗൺ ആണ്. എവരി ബുക്സ് എന്ന് പറയരുത്. ഓളിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ നൗൺ ആണ്. ഓൾ ബുക്സ് എന്ന് തന്നെ പറയണം. ഓൾ ബുക്ക് എന്ന് പറഞ്ഞാൽ പോരാ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഐ ഹാവ് റെഡ് എവരി ബുക്ക് ഓൺ ദാറ്റ് ഷെൽഫ്. ആ ഷെൽഫിലുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ധാരാളം വായിച്ചിരുന്നു. ഇപ്പൊ വായിക്കാറില്ല, പക്ഷെ പണ്ട് ധാരാളം വായിച്ചിരുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ റെഡ് എ ലോട്ട് ഇൻ മൈ യൂത്ത്. ഞാൻ ചെറുപ്പത്തിൽ ധാരാളം വായിച്ചിരുന്നു. നമുക്കിത് യൂസ് ടു ഉപയോഗിച്ചും പറയാം. ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഇൻ മൈ യൂത്ത് എന്ന് പറഞ്ഞാലും ഇതേ മീനിങ് തന്നെയാണ്. ഐ റെഡ് എ ലോട്ട് ഇൻ മൈ യൂത്ത് അല്ലെങ്കിൽ ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഇൻ മൈ യൂത്ത്. യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഞാൻ ആ ബുക്ക് വായിക്കും. ഐ വിൽ റീഡ് ദാറ്റ് ബുക്ക്. വായിച്ചിട്ടില്ല, നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഐ വിൽ റീഡ് ദാറ്റ് ബുക്ക്. ഞാൻ ആ ബുക്ക് വായിക്കും. ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ടെൻസ് മാറുന്നതിനനുസരിച്ച് സെന്റൻസിന്റെ മീനിങ് എങ്ങനെ വ്യത്യാസപ്പെടും, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റ് വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.